ഹലോ ഹായ് അസ്സലാമലൈക്കും. അപ്പോൾ എന്താ മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു അൽഹംദുലില്ലാ. അങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകണം കേട്ടോ മക്കളെ. മിന്നൂസിൻ്റെ കാല് സുഖമായിട്ടുണ്ട് കേട്ടോ. അവൾ പിച്ച നടക്കുന്നുണ്ട്, ഒക്കെ റെഡി ആയിട്ടുണ്ട്. കുഴമ്പ് അങ്ങനെ തേച്ചുകൊണ്ട് നിൽക്കണ്. അപ്പോൾ ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിച്ചിരുന്നു, വാട്സപ്പ് ചെയ്ത് ചോദിച്ചിരുന്നു മിന്നൂസിൻ്റെ കാലം എന്തായി എന്ന്. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ. മാഹിന്നൊരു ഇത്തേക്ക് വിളിച്ച് ചോദിച്ചിരുന്നു മിന്നൂസിൻ്റെ കാലം റെഡി ആയോ എന്നൊക്കെ. ഭയങ്കര സങ്കടം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ. ഞങ്ങളെ കുടുംബത്തിലെ അംഗം പോലെയാണ് വീഡിയോസ് കാണുമ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് വീഡിയോ കണ്ട് നമ്മളെ കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിങ്ങളെ കുട്ടികളെ പോലെ ഞങ്ങളെ കുട്ടികളെ കാണുന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പം മിന്നൂസിൻ്റെ കാല് ഉഷാറായി വരുന്നുണ്ട്. ഇനി വൈദ്യർ ഒരാഴ്ച കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കാലിങ്ങനെ 4 മണിയോ ഒക്കെ രാവിലെ ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ 1 മണിക്കൂർ ഞാൻ തേച്ചിടും കേട്ടോ. നന്നായിട്ട് തേച്ചിട്ട് കുഴമ്പും താഴേക്ക് ഇങ്ങനെ തേക്കും, മുട്ടിൻ്റെ താഴേക്ക് കേട്ടോ. തേച്ചിട്ട് ഇപ്പോൾ കുറേ റെഡി ആയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്കെ റെഡിയാവും. അള്ളാഹിനോട് ദുആ ചെയ്യാമല്ലേ. അപ്പോൾ ഇതാക്കണ് നമ്മളെ ബണ്ണ് അത് അന്ന് തുടങ്ങിയാണ് കേട്ടോ. നമ്മളറിയത് ഇങ്ങനെ തൊയ്ര്യം കെടുത്തണ്. ഇത് മുറിച്ചല്ലേ അമ്മ മുറിച്ചല്ലേ പറഞ്ഞാണ്ട് ഏതായാലും എൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് അറിയില്ല മക്കളെ, 10-11 മണിയാവും എൻ്റെ അടുക്കള പണികളൊക്കെ കഴിയണമെങ്കിൽ. പിന്നെ ബേബിയാൾ ഉറങ്ങണം, ഓലയൊക്കെ ഉറങ്ങിയിട്ടേ. അപ്പോൾ കാക്കു പറഞ്ഞു ബേബിയാളെ ഞാൻ ഉറക്കിക്കോളാം, ഈ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ രണ്ടാളും മുറിച്ചോളിയായിരുന്നു. നമ്മളെ റിതുവിന് ഭയങ്കര ഇൻട്രസ്റ്റ് കിട്ടോ. ഓനിങ്ങനെ കാത്ത് നിൽക്കുകയായിരുന്നു ഇത് മുറിക്കാൻ. ഏകദേശം ഇത് 3/4 ഭാഗം മുറിച്ച് തീർത്ത് നമ്മളെ റിതുവാണ് കേട്ടോ. ഓന് ഭയങ്കര താല്പര്യമുണ്ട് ഇത് നമുക്ക് ചെയ്യല്ലേ അമ്മ. അപ്പോൾ ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് അറിയില്ല, എനിക്കൊരു ഒഴിവുണ്ടാവില്ല, രാത്രിയൊക്കെ ഇതിനായിട്ട് നിൽക്കണം. എന്തായാലും ഓനെ ഫുള്ള് ഏൽപ്പിക്കാനൊന്നും പറ്റൂലല്ലോ, നമ്മളവിടെ ഇരുന്ന് കൊടുക്കണമല്ലോ കുറച്ചേരെങ്കിൽ കുറച്ചേരം. അപ്പോൾ 10 ഉറുപ്പ്യ കിട്ടിയാൽ അതായല്ലോ കരുതിക്കാണ്ട് ഞാനും പറഞ്ഞു ഓനോട് നമുക്ക് നോക്കുക, നമുക്ക് കഴിയോ നോക്കുകയായിരുന്നു. ഏതായാലും 12:45 1 മണിയൊക്കെ ആയിട്ട് ഇങ്ങനെ കേട്ടോ. അത് രാത്രി ഇങ്ങനെ ചെയ്തപ്പോൾ കഴിഞ്ഞപ്പോത്തിന് 1:30 ആയിട്ടുണ്ട് മക്കളെ. ഊരൻ്റെ നെട്ടും ബോൾട്ടൊക്കെ ഇളകിയിട്ടുണ്ട്. ഉണ്ടാക്കാൻ നല്ല സുഖാട്ടോ. അത് നമ്മൾ ഓരോന്ന് 2 ഉറുപ്പ്യേൻ്റെ പെണ്ണുണ്ട്, 5 ഉറുപ്പ്യേൻ്റെ പെണ്ണുണ്ട്, 10-ൻ്റെ ഉണ്ട്, 15-ൻ്റെ ഉണ്ട് കേട്ടോ. അതിനൊക്കെ ഓരോ വലിപ്പമാണ്, നല്ല തടിയും വണ്ണവും നീളമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ സ്കൂളിലെ കുട്ടികളെ സ്കെയിലുണ്ടല്ലോ അത് വെച്ച് കാണ്ട് അളക്കലാണല്ലോ. 2 ഉറുപ്പ്യേൻ്റെ പെണ്ണ്, 5 ഉറുപ്പ്യേൻ്റെ പെണ്ണൊക്കെ ഇങ്ങനെ അളന്നെടുക്കലാണല്ലോ. ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല കേട്ടോ. നമുക്കൊരു സുമാറപ്പം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സുമാറിനനുസരിച്ച് അങ്ങനെ മുറിച്ചിക്കുക. 2 ഉറുപ്പ്യേൻ്റെ പെണ്ണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവുമല്ലോ, അങ്ങനെ വെച്ച് മുറിച്ചിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അളന്ന് കുറിച്ചൊക്കെ മുറിച്ചുമ്പോത്തിന് നേരം വെളുക്കും മക്കളെ. 2 ഉറുപ്പ്യേൻ്റെ പെണ്ണിന് നേരം വെളുക്കോളം ഞാൻ ഉറക്കം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 1000 ഉറുപ്പ്യേൻ്റെ ഗ്ലൂക്കോസ് ഏറ്റാൻ പോകേണ്ടി വരും കരുതിക്കാണ്ട് ഞാൻ അതിന് നിന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ അളന്ന് പിടിച്ച് കാണ്ടൊന്നും നിന്നില്ല. നമുക്കൊരു ഒതുങ്ങണ നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ. 2 ഉറുപ്പ്യേൻ്റെ എത്ര വേണം, 5 ഉറുപ്പ്യേൻ്റെ എത്ര വേണം, നമുക്കറിയാമല്ലോ. പെണ്ണുകളെയൊക്കെ വലിപ്പങ്ങൾ നമ്മളറിയില്ലേ, നമ്മളെപ്പോഴും വാങ്ങണല്ലേ. ഞാനൊക്കെ എപ്പോഴും വാങ്ങണം കേട്ടോ മക്കൾക്ക്. അപ്പം അതിനനുസരിച്ച് കാണ്ടാണ് മുറിച്ചു കേട്ടോ. ഒന്നുകൊണ്ട് വലിച്ച് പിടിച്ച് കാണ്ട് അന്ന് മുറിച്ചല കേട്ടോ. അത് അച്ചയൊക്കെ അങ്ങനെ മുറിച്ച് പോകണ്ട, 2 ഭാഗവും 2 സൈഡും ഒന്ന് വലിച്ചിങ്ങനെ പിടിച്ച് കാണ്ട് ആണ് കട്ട് ചെയ്താൽ മതി. നമ്മളെ റിതൊക്കെ കണ്ടോ കട്ട് ചെയ്യണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു, കാക്കും പറഞ്ഞു കേട്ടോ, നേരം വെളുക്കട്ടെടാ ഒരു കത്രിക ഒക്കെ വാങ്ങിക്കൊണ്ടുവരാം എന്നിട്ട് നമുക്ക് മുറിച്ചായിരുന്നു. അവിടെ എല്ലാം താടി ഇട്ടണ കത്രിക കൊണ്ടാണ് ഇപ്പോൾ ആ മുറിച്ചണം കേട്ടോ. അങ്ങനെ മുറിച്ചരുത് കേട്ടോ മക്കളെ. എന്താ വെച്ചാൽ ആകെ തൊപ്പയൊക്കെ പിടിച്ച് കാണ്ടേ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും എലി കാരണ മാതിരി ആവും കേട്ടോ. ഞങ്ങൾ പിന്നെ അത് നല്ല വൃത്തിക്ക് അങ്ങനെ ഊഹം വെച്ച് കാണ്ട് അങ്ങനെ മെനക്കെട്ട് മുറിച്ചോണ്ട് അത്ര വൃത്തിയിൽ വന്നത് കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വരൂല മക്കളെ. നിങ്ങൾക്ക് അറിയില്ല താടി ഇട്ടണ കത്രിക കൊണ്ടൊക്കെ മുറിച്ചാൽ എങ്ങനെ ആവുമെന്ന്. പിന്നെ നമുക്ക് ആദ്യത്തെ പരിപാടിയാണ്, കുറച്ച് ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടിയോണ്ടേ അതങ്ങനെ മെനക്കെട്ട് വൃത്തിയിൽ നമ്മളെ ഇതൊക്കെ കണ്ടില്ലേ വല്ല ഇതുകൊണ്ട് മുറിച്ചണ മാതിരി മുറിച്ചണ്. അപ്പം അങ്ങനെ മുറിച്ചതാട്ടോ. ശരിക്കും മുറിച്ചുമ്പോൾ അതിന് ഒറിജിനൽ കത്രിക ഉണ്ട്. ആ കത്രിക കൊണ്ട് മുറിച്ചാൽ ഒറ്റ വെട്ടിന് അങ്ങോട്ട് മുറിഞ്ഞു പോരും. അങ്ങനെ വെട്ടണം കേട്ടോ, അപ്പോഴാണ് വൃത്തിയാണ്. പിന്നെ കണ്ടോ അതൊക്കെ കാട്ടണത് ഇതൊക്കെ 5 ഉറുപ്പ്യേൻ്റെ ആക്കിക്കാണ്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. ആ റോസും പച്ചയൊക്കെ ആ ഒരു പച്ച ഒരു തരികട പോലെ തോന്നിട്ടോ. അത് എനിക്ക് ഒരു കുട്ടികൾക്കൊക്കെ ഇട്ടാൽ ചിലപ്പോൾ അതിങ്ങനെ കീഞ്ഞു പോകും തോന്നുക. മറ്റേതൊക്കെ നല്ല ഉഷാറാട്ടോ. അത് കുറച്ചൊരു നമ്മൾ വെട്ടുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കാണാൻ ചൊറുക്കൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് എല്ലാം തുറന്നു പറയട്ടോ. നമ്മളങ്ങനെ ആളെ പറ്റിച്ചൊന്നുമില്ല, നിങ്ങൾക്ക് അറിയില്ലേ. ആ പച്ച അങ്ങനെ ഒരു ഇത് എനിക്ക് തോന്നിട്ടോ. പച്ച പറഞ്ഞാൽ ആ റോസിൻ്റെ ഒക്കെ എടുത്തില്ലത്. മറ്റേതൊക്കെ ഉഷാറാട്ടോ. ആ ചുവപ്പും പച്ചയൊക്കെ എല്ലാം ഒക്കെ ഉഷാറാണ്. മറ്റേ ഇങ്ങനത്തെ അതൊക്കെ റിതുവിൻ്റെ കയ്യിലില്ല, എൻ്റെ കയ്യിലൊക്കെ നല്ല ഉഷാറാണ്. അതൊക്കെ ഞാൻ 3 ഉറുപ്പ്യേൻ്റെ ബണ്ണാക്കി കണ്ടാ മുറിച്ചിക്കണം കേട്ടോ. ബണ്ണ് പറഞ്ഞാൽ സാധാ ഒരു ബണ്ണ് പോലെയല്ല, അതിന്മേൽ കുറച്ച് കൈയും മൊയൊക്കെ ഉണ്ട്. അപ്പോൾ കാണാൻ നല്ല ചൊറുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ റോസും അതിൽ പെട്ട തന്നെയാണ് ആ 3 ഉറുപ്പ്യക്ക് ആക്കി വെട്ടിയത് കേട്ടോ. 5 ഉറുപ്പ്യേൻ്റെ ഉണ്ട്, പിന്നെ 10 ഉറുപ്പ്യേൻ്റെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഉഷാറായിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇതിനിപ്പോൾ എങ്ങനെ സെയിൽ ചെയ്യാമെന്നറിയില്ല. അപ്പോൾ റിതു അറിയാം
പറയാ ഞാൻ ഏതെങ്കിലും ഫാൻസിയിലൊക്കെ കയറി ചോദിച്ചു നോക്കട്ടെ അമ്മ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ചോദിച്ചിട്ട് കാര്യമല്ലടാ, നമുക്ക് ഒരു പാക്ക് വാങ്ങിയേക്കാണ്ടേ ഇത്ര ഇട്ടുകാണ്ട് അതിൽ കുറച്ച് തോനയൊക്കെ ഇട്ടുകാണ്ടൊക്കെ വിൽക്കാനൊക്കെ നടക്കുള്ളൂ. എന്തായാലും ഇതിനെപ്പറ്റി വലിയ ഐഡിയ ഒന്നുമില്ല. എന്തായാലും ഒന്നാണ് ഇറങ്ങി പുറപ്പെട്ടോട്ടെ, ഞങ്ങളൊന്ന് ആലോചിച്ചിട്ടെ മക്കൾ, എങ്ങനെയെങ്കിലും ഇതൊന്ന് വിറ്റു പോകുമോ എന്ന് നോക്കട്ടെ. അല്ല അതൊക്കെ പാടെ ഇനിയിപ്പോൾ വിറ്റിട്ടില്ലേ എൻ്റെ മക്കളില്ലല്ലേ, ഓല തലയിലൊക്കെയാണ് കുത്തി നിറച്ചേക്കുക. അല്ല എന്താ ഇപ്പോൾ കാട്ടണ്. എന്തായാലും ഇതൊന്ന് വിൽക്കാനുള്ള പരിപാടി ഞാൻ നോക്കാക്കൂല കേട്ടോ. 10 ഉറുപ്പ്യ മീൻ വാങ്ങാൻ പൈസ കിട്ടിയാൽ അതായില്ലേ. അപ്പം ഞാൻ ഋതും പറയുന്നുണ്ട് ഞാൻ എവിടെയെങ്കിലുമൊക്കെ ചോദിച്ച് നോക്കട്ടെ. അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ചെയ്തിട്ട് ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഞാൻ ഇതിനെപ്പറ്റി അഭിപ്രായം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. ഇതിനെപ്പറ്റി ഐഡിയ വേണം തോന്നുന്നു മക്കളെ. ഇത് എത്ര എങ്ങനെ വാങ്ങണം ഹോൾസെയിൽ കാര്യങ്ങൾ. ഏതായാലും ഓൾ നമുക്ക് അയച്ചു തന്നതല്ലേ, വെറുതെ കുട്ടികൾക്ക് എന്തെങ്കിലും ഉണ്ടാക്കിക്കോ വിൽക്കാൻ കഴിച്ചോ നോക്കുക പറഞ്ഞുകാണ്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റുമോ നോക്കുക. കുട്ടികളും മക്കളൊന്നും ഇല്ലാത്തവർക്ക് നല്ല സുഖാട്ട മക്കളെ വാങ്ങിക്കോണ്ടി. ഓളെ നമ്പറൊക്കെ ഞാൻ ആ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുത്തിട്ടുണ്ട്, പിന്നെ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ വാണ്ടിയോലൊക്കെ വിളിച്ചുകാണ്ട് ചോദിച്ചുകാണ്ടേ എന്താ മട്ടം പോലെ ചെയ്തോളി. കുട്ടികളൊന്നും ഇല്ലാതെ നമ്മൾ വെറുതെ പെരി കുത്തിറക്കണവർക്ക് നല്ല സുഖമാണ്. ഈ അച്ചപ്പം കോലപ്പൊക്കെ ഉണ്ടാക്കണവർക്ക് അതിലേറെ സുഖമാണ് ഇത് കേട്ടോ. പിന്നെ ഇരുന്നാൽ എന്താ വെച്ചാൽ നേരം വെളുക്കോളൊക്കെ കുത്തിറക്കുകയാണെങ്കിൽ ഉരൻ്റെ നെട്ടും പൊട്ടും അളകുന്നുള്ളൂ. അപ്പോൾ ഇത് കത്രിക കൊണ്ട് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ കഴിച്ചുവെങ്കിൽ നല്ല സുഖം. നമ്മളെ അടുത്തുള്ള കത്രിക കൊണ്ട് അങ്ങോട്ട് മുറിച്ചുണ്ടാക്കിയാലേ ഏകദേശം മുഴുവനായി തുടങ്ങിയിട്ടോ മക്കളെ. ഞാനാണ് കുഴങ്ങി കേട്ടോ. ഉറക്കും വരിക, ഞാൻ അതിൻ്റെ അടിയിൽ കൂടെ കുട്ടികളുണന്നാൽ നേരം വെളുക്കോളം കുട്ടികളെയും കൊണ്ട് കുത്തിറക്കണ്ടേ. നേരം വെളുത്താൽ അപ്പോൾ കാക്കും പണിക്ക് പോകണോണ്ടേ ഞാൻ തന്നെ നോക്കണ്ടേ എല്ലാം കൂടി. അല്ലെങ്കിൽ പിന്നെ ഷെയ്മോളുണ്ടാവും. ഒക്കെപ്പാടെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടലാണ്. നേരം വെളുക്കോളം ഉറക്കില്ലായിട്ടാണ് കേട്ടോ മക്കളെ ഈ കുട്ടികളിങ്ങനെ കരഞ്ഞിട്ടേ. അപ്പോൾ എന്തേലും വെള്ളമൊക്കെ ഞാൻ ഉണ്ടാക്കി വെക്കും. ഈ ഭയങ്കര ചൂടാണല്ലോ. ഭയങ്കര ചൂട് പറഞ്ഞാൽ വോൾട്ടേജ് ഒന്നും ഇവിടെ ഉണ്ടാവൽ തന്നെ അല്ല കേട്ടോ. അങ്ങനെയൊക്കെ ഒപ്പിച്ച് കൂട്ടല. വിസറിയൊക്കെ വാങ്ങിക്കാണ്ട് അങ്ങനെ വീശി കൊടുക്കും മക്കൾക്ക്. കുഞ്ഞുമണിയാളല്ലേ 3 ആളും നീച്ചു കേട്ടോ. 3 ആളും നീച്ചിക്കാണ്ട് അങ്ങനെ കരിയും. അപ്പം ഞാൻ എന്താട്ടെ നാരങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെക്കും. എന്നാൽ പിന്നെ അന്തിപ്പാതിരാണെങ്കിലും നൊലൊളിച്ചുമ്പോൾ അങ്ങനെ നമുക്ക് എടുത്തു കൊടുക്കാമല്ലോ. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുത്തി കലക്കി ഉണ്ടാക്കുമ്പോഴത്തേനും അതിനൊന്നും ക്ഷമ ഉണ്ടാവില്ല കേട്ടോ. കരഞ്ഞിട്ട് പിന്നെ ഒരാൾ കഴിഞ്ഞാൽ ബാക്കിയുള്ളവരൊക്കെ കരി. അപ്പം പിന്നെ ആകെ കൂട്ടക്കരച്ചിലായിരിക്കും. അപ്പം അത് ഉണ്ടാക്കിയാണ് വെച്ച് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇതാക്കണ കേട്ടോ ഒക്കെ നുറുക്കിക്കാണ്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. 3 ഉറുപ്പ്യേൻ്റെയോ 2 ഉറുപ്പ്യേൻ്റെയോ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. 1 ഉറുപ്പ്യേൻ്റെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഞാൻ ഓനോട് 100 ഉറുപ്പ്യേൻ്റെ വേണ്ടടാർ, അതൊന്ന് തലമടുമ്പോഴത്തേനും പിന്നെ എത്തിനും പറ്റൂല. ഒക്കെ നല്ല ക്വാളിറ്റി സാധനങ്ങളാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ആ ഒരു പച്ചക്ക് ഒരു ചെറിയ അതൊരു ഫാൻസി ലുക്കാണ് കേട്ടോ. അതെന്താ വെച്ചാൽ 2 അട്ടൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേനും കേടി വരുമോ തോന്നി വെച്ചാൽ. ബാക്കിയൊക്കെ നല്ല നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ വിളിച്ചു നോക്കിയിട്ടോ. ആവശ്യമില്ലല്ലോ ഓളെ നമ്പറിലൊന്ന് വിളിച്ചു നോക്കി. പെരിയിൽ വെറുതെ കുത്തിറക്കണവർക്കൊക്കെ നല്ല സുഖമാണല്ലോ. നമ്മളെ ഈ കുട്ടികളും മക്കളില്ലവർക്കൊക്കെ ഗതികേടാരട്ടോ. എന്താ വെച്ചാൽ വൈകുന്നേരം വരെ പണിയും വേലയും എടുത്തുകാണ്ട് ഈ അന്തിക്ക് ഇനിയിപ്പോൾ ഇതിന്മേൽ കുത്തിറന്ന അതൊരു മെനക്കെട്ട പണി തന്നെയല്ലേ. നമ്മൾക്ക് പിന്നെ അത് മെനക്കെട് തോന്നാത്തത്. അതിന് 5 ഉറുപ്പ്യ 10 ഉറുപ്പ്യ കിട്ടിയ ആ അമ്മക്ക് മീൻ വാങ്ങാലോ കരുതിയിട്ടാണ് കേട്ടോ. ഞാൻ ഇനിയിപ്പോൾ എത്ര ഗതിയിട്ടാലും എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടെങ്കിൽ തുടങ്ങാൻ കാത്തു കുത്തിർക്ക് തന്നെയാണ് കേട്ടോ. നമുക്ക് പലതുള്ളി പെരുവെള്ളം പറഞ്ഞ പോലെ ഇങ്ങനെ നോക്കി കുത്തിർന്നുകൊണ്ടൊന്നും നടക്കൂല മക്കളെ. കുറേയൊക്കെ കഷ്ടപ്പെടേണ്ടി വരും. എന്നാലും എന്തെങ്കിലുമൊക്കെ 5 10 കിട്ടിയാൽ അതായില്ലേ കരുതിയിട്ട് തന്നെയാണ് ഇതിന് നിൽക്കുന്നത് കേട്ടോ. കാക്കൂനെ പിന്നെ ഞാൻ വല്ലാതെ തീക്കണ്ട ഇറക്കലില്ല. അതിന് പിന്നെ ബുദ്ധിമുട്ട് ആരൊക്കെ പാടെ എഴുതി പണിയും വേലയൊക്കെ കഴിഞ്ഞ് വന്നാൽ ഇവിടെ തന്നെ ഉണ്ടാവും കുട്ടികളതും മക്കളതും ഒക്കെ പാടൊരു കഥ. ഞാൻ പിന്നെ ഋതു ഉണ്ടല്ലോ, ഋതു പിന്നെ ഒക്കെ കൂടി തരാമെന്ന് പറയണോണ്ടേ ഓൻ ഇങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് കേട്ടോ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഓനെ വല്ലാതെ ഇറക്കാത്ത നിങ്ങൾക്ക് അറിയണമല്ലോ. ഓനെ ഇപ്പോൾ ഈ പ്രാവശ്യം SLCയും കാര്യമൊക്കെ ആവണോണ്ടേ. അപ്പോൾ ഓനെ കുറച്ചൊക്കെ പഠിച്ചാൻ വിടാഞ്ഞാലും നമുക്ക് നടക്കൂലല്ലോ എന്ന് കരുതിക്കാണ്ടേ. ഇപ്പോൾ ട്യൂഷനൊക്കെ പോണതല്ലേ. അപ്പോൾ എന്തായാലും ഇതിനൊന്നും കാത്തു നിൽക്കാതെ ഓനെന്നെ കുറേ വെട്ടി തീർത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാനൊന്നും എണീറ്റ് പോയൊക്കെ ചെയ്തിരുന്നു. അവിടെയൊക്കെ ആ ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെന്താ മക്കളെ വിശേഷങ്ങളൊക്കെ എല്ലാവരും സ്കിപ്പ് അടിച്ചാതെ കാണുന്നതുകൊണ്ടൊക്കെ വളരെ സന്തോഷമുണ്ട്. ലൈക്ക് കമ്മി ഉണ്ട് കേട്ടോ മക്കളെ. ഒന്ന് ലൈക്ക് ചെയ്യുകൊണ്ട് നമുക്ക് വ്യൂ നല്ല കമ്മി ഉണ്ടല്ലോ. എന്താ ആരും കാണുന്നില്ല. എവിടെ എല്ലാവരും എവിടെ പോയി എല്ലാവരും ആരും കാണണമൊന്നുമില്ല. കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ മക്കളെ. പിന്നെ നിങ്ങൾ എവിടുക്കാ പോയത്? എല്ലാവരും വണ്ടി വന്നുകാണ്ട് കാണിട്ടോ. നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്യും. നിങ്ങളൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകണമൊക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോണ്ടി, ലൈക്ക് ചെയ്യോണ്ടി, കമൻറ്റ് ചെയ്യോണ്ടി, ഷെയർ ചെയ്യോണ്ടി കേട്ടോ. ഇവിടെ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെയാണ് കേട്ടോ മക്കളെ. ഈ കുട്ടികളൊക്കെ നിലയും വിളിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ കേൾക്കുന്നുണ്ടാവില്ലേ. വോയിസ് കൊടുക്കുമ്പോൾ തന്നെ ഒച്ചയും വിളി ഉണ്ടാക്കും മക്കൾ. പിന്നെ ഞാൻ അതിൻ്റെ
അതിൻ്റെ ഇടയിൽ ഒന്നാണ് കട്ട് ചെയ്ത് ഇത് എഡിറ്റ് ചെയ്യാനും വല്ലാത്തൊരു ബത്തപ്പാട് തന്നെയാണ് ഒക്കെ പാട് കേട്ടോ. പിന്നെ ഇപ്പം ഇന്നൊന്ന് ഞാൻ ഇത്താത്താൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകണമെന്ന് കരുതുന്നുണ്ട്. ഒരു ദിവസം ഒന്ന് പോയി നിൽക്കണം. ഉമ്മ 2 ദിവസമായി വിളിച്ചാൽ തുടങ്ങിയിട്ട് 2 ദിവസം ഒന്ന് നിൽക്കാൻ പാടിയെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഉമ്മാൻ്റെ പൂതിയല്ലേ ഈ ഉച്ചൂന് മദ്രസൊക്കെ ഉണ്ടാകുമ്പോൾ പോകാൻ ബുദ്ധിമുട്ടാട്ടോ. എന്നാലും കാക്കു പറഞ്ഞു ഒന്നാണ് പോയി വന്നളാ. ഒന്നാമത് കാക്കൂനെ ആലോചിച്ചുമ്പോൾ എനിക്ക് പോവാൻ ഗതികേടാട്ടോ. ഇപ്പം രാവിലെ 6 മണിക്കൊക്കെ പണിക്ക് പോയാൽ ഉച്ചക്ക് ആ ചോറ് തിന്നാനൊക്കെ വരും. 1 മണിക്ക് 1:30 ആകുമ്പോഴത്തേന് വരും കേട്ടോ ചോറ് തിന്നാൻ. പിന്നെ 12 മണിക്ക് കഞ്ഞി അവിടുന്ന് കിട്ടും. ആ നേരത്ത് ചോറിന് വരുമ്പോൾ നമ്മൾ അവിടെ ഇല്ലാഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടല്ലേ, ചോറൊക്കെ ഉണ്ടാക്കി കൊടുക്കാഞ്ഞാൽ. മാരി വെയിലും ചൂടൊക്കെ അല്ലേ. അപ്പോൾ അതൊരു ഗതികേട് ആലോചിക്കാണ്ട് ഇങ്ങനെ നിന്നാണ്. ഇമ്മ ഇങ്ങനെ വിളിക്കണമുണ്ട്. അപ്പോൾ പിന്നെ കാക്കു പറഞ്ഞു ഞാൻ അന്ന് പോയിക്കാണ്ട് നാളെ പോന്നോളാ പറഞ്ഞപ്പോൾ അങ്ങനെ പോവുകയാണ് കേട്ടോ. കുട്ടികളെയൊക്കെ കൊണ്ടുകാണ്ട് ചോറൊക്കെ തിന്നുകാണ്ട് ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ പോവാമെന്ന് കരുതണം നാളെ കേട്ടോ. അപ്പം പിന്നെന്താ മക്കളെ ഇതൊക്കെ പാക്ക് ചെയ്യേണ്ട ഇത് കേട്ടോ. 5 ഉറുപ്പ്യേൻ്റെ വേറെ ചാക്കിൽ, 10 ഉറുപ്പ്യേൻ്റെ വേറെ ചാക്കിൽ, 2 ഉറുപ്പ്യേൻ്റെ വേറെ ചാക്കിൽ, 1 ഉറുപ്പ്യേൻ്റെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. 3 ഉറുപ്പ്യേൻ്റെ. ഇതെങ്ങനെ സെയിൽ ചെയ്യണമെന്ന് ഞാനൊന്ന് ആലോചിച്ചിട്ട് പിന്നെ മട്ടം പോലെ നിങ്ങൾക്ക് പറഞ്ഞ് എൻ്റെ വിറ്റ് ഒഴിവായിട്ട് കേട്ടോ മക്കളെ. നേരെ ഒരുപാടായി, 1:30 ആയി. ചൂടുകൊണ്ടാണെങ്കിൽ അതിലാറെ ഫാനൊക്കെ വെറുതെ കറങ്ങണമെന്നുള്ളൂ. ഞാൻ റിതുവിനോട് പറഞ്ഞു നമ്മളെ ചമ്മക്കനെ കെട്ടി തൂക്കി അതിലാറെ കാറ്റുണ്ടാവും പറഞ്ഞു. അത്ര ചൂട് കേട്ടോ. മിന്നുവിനും പൊന്നൊന്നും കടക്കന്നല്ല ചൂടുകൊണ്ട്. നേരം വെളുക്കോളം കാക്കൂനും അതന്നെ പണി വീശി കൊടുക്കണം കേട്ടോ. ഇതൊക്കെ നല്ല ക്വാളിറ്റിയിലെ സാധനങ്ങളാണ് എനിക്ക് തോന്നി കേട്ടോ. ഈ പച്ചയും മഞ്ഞയൊക്കെ ഇതൊക്കെ 15 ഉറുപ്പ്യേൻ്റെ ബണ്ണൊക്കെ ആണല്ലോ മക്കളെ. അപ്പോൾ 10 ഉറുപ്പ്യക്കൊക്കെ വിൽക്കാറുന്നു ഇത്. ആരമ്മ അതൊക്കെ 15 ഉറുപ്പ്യൊക്കെ ആരും വാങ്ങൂലായിരുന്നു. ഓൻ തന്നെയാണ് കേട്ടോ അതൊക്കെ പാക്ക് ചെയ്തത്. ഇതെങ്ങനെ വേറെ ഒരു കവറൊക്കെ വാങ്ങിക്കാണ്ട് എല്ലാം കൂടി മിക്സഡ് ആക്കി കൊടുക്കണം എന്നുള്ളൊരു അഭിപ്രായം ഉണ്ട് റിതുവിന് കേട്ടോ. ഓരോന്നാക്കി കണ്ട് കൊടുത്താലൊന്നും ഇത് വിറ്റ് പോകില്ല മാറിയുണ്ട്. എന്തായാലും മിക്കവാറും ഞാൻ ഇവിടെ ആരെങ്കിലൊക്കെ വീട്ടിലേക്കൊക്കെ കൊടുക്കാമെന്ന് കരുതികാണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. നമ്മളെ സ്റ്റാറ്റസിലൊക്കെ വെച്ച് ആരെങ്കിലുമൊക്കെ വന്ന് വാങ്ങിക്കോളും എന്ന് കരുതികാണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ കടയിലൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി തോനമാണല്ലേ. ഇത് വിറ്റു പോവുമോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ കേട്ടോ. എല്ലാം കൂടിയും കെട്ടി തൂക്കിക്കാണ്ട് ആ പെട്ടിയിലിട്ടുകാണ്ട് റാക്കിൻ്റെ മുകൾക്ക് വെക്കമ്മ. അല്ല നേരം വെളുത്ത തങ്ങളെ മക്കളെ തലയിലുണ്ടാവും പറഞ്ഞുകാണ്ട്. കുട്ടികളില്ല പേര അങ്ങനെ തന്നെയല്ലേ. ഞാൻ ഓനോട് പറഞ്ഞു ഐറ്റങ്ങൾക്ക് ആ ബാക്കിയില്ലൊക്കെയാണ് കൊടുത്തോളാം പറഞ്ഞു. ആ ജനാലിൻ്റെ അവിടെ എല്ലാം ഒക്കെ കറച്ച് മുറിച്ചിട്ടാ കേട്ടോ. നന്നായിട്ടില്ല. നമ്മൾ ഷെയ്മോളും കുറച്ച് നേരം മുറിച്ചാൻ കൂടിയിരുന്നു. ഓള് മുറിച്ചിട്ട് നന്നാണില്ല കേട്ടോ. മുറിച്ചുകാണ്ട് നല്ല വൃത്തിയിൽ മടക്കി വെക്കണം. അപ്പോൾ അത് ഓൽക്കില്ലാണ് കേട്ടോ. ആകെ വൃത്തികേടായി കിടക്കണതാണ്. അതൊന്നും ഇപ്പോൾ നമുക്ക് വിൽക്കാൻ പറ്റില്ലല്ലോ. എന്തായാലും ഇതൊക്കെ ഒന്ന് വിൽക്കട്ടെ കേട്ടോ. വിറ്റിട്ട് ഞാൻ അഭിപ്രായം പോലെ നിങ്ങളെന്തായാലും അറിയിക്കും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരും കേട്ടോ. നമ്മളെ റിതു കുറേ മെനക്കെട്ടാണ്. അസ്സലാമു അലൈക്കും.